എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒറോച്ചിമാർ ചോദിക്കും നമ്മുടെ എക്സ്പെരിമെന്റ് അത് അവളുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അതിന് കബൂട്ടോ പറയും യുക്കിമാരുവിന്റെ പവർ അത് വളരെ കൂടുതലാണ്. നമ്മൾ അവൾക്ക് കൊടുത്ത ഡ്രഗ്സിന്റെ പവർ അത് കുറച്ചുകൂടെ കൂട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഒറോച്ചിമാർ പറയും ഗ്യൂറോയെയും യുക്കിമാരുയെയും ഒരുമിച്ച് വേണം ആ ഒരു മിഷന് വേണ്ടി അയക്കാൻ. അതിന് കബൂട്ടോ ചോദിക്കും നിങ്ങൾ അവളെ ഇത്രയ്ക്കും കണ്ണടച്ച് വിശ്വസിക്കുന്നതില് യാതൊരു കാര്യമില്ല. അതിന് കാക്കാഷി പറയും ഇതെന്റെ തീരുമാനമാണ്, എനിക്ക് അവളില് ഒരുപാട് വിശ്വാസമുണ്ട്. കബൂട്ടോ തലയാട്ടി ഇപ്പൊ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കും. അപ്പൊ അവൻ കാണും ആ ഒരു വവ്വാല് അത് തൂങ്ങിക്കിടന്ന് അവൻ അങ്ങനെ സ്കെച്ച് ചെയ്യുന്നത്. കബൂട്ടോ അത് നൈസായിട്ട് നോട്ട് ചെയ്ത് ആ ഒരു വില്ലത്തി ചുന്ദരിയുടെ അടുത്തേക്ക് ഇപ്പൊ കടന്നു വരും. കബൂട്ടോ പറയും നിനക്ക് ഒറോച്ചിമാർ പറഞ്ഞ ഒരു മിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി ഇപ്പൊ യുക്കിമാരുടെ അടുത്തേക്ക് വരും. കബൂട്ടോ പറയും ഇനി ഇവളുടെ കാര്യങ്ങള് അത് നോക്കേണ്ടത് നീയാണ്. അതിനവൾ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് വയ്യ, ഞാൻ ഇവളുടെ സെർവന്റ് അല്ല എന്ന് പറഞ്ഞ് കബൂട്ടോയോട് ദേഷ്യപ്പെട്ട് അവളുടെ ക്രിസ്റ്റൽ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കബൂട്ടോയെ അടിക്കാൻ തുടങ്ങും. അവള് പറയും നിന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം അതെനിക്കില്ല, നീ ഒറോച്ചിമാറുവിന്റെ വെറും ഒരു വാലാട്ടി പട്ടിയാണ്. എന്റെ ക്രിസ്റ്റൽ ജിപ്സ് കൊണ്ട് ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോ അതിന് കബൂട്ടോ ചിന്തിക്കും ഒരു പക്ഷേ ഇവളുടെ ഈ ഒരു ക്രിസ്റ്റൽ പവർ കണ്ടതുകൊണ്ടായിരിക്കും ഒറോച്ചിമാറുവിന് ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അതിന് കബൂട്ടോ പറയും നീ എന്നെ കൊന്നു കളഞ്ഞാല് ഒറോച്ചിമാറുവിന്റെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ തീർച്ചയായിട്ടും ഒറോച്ചിമാറു നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ അവളാവട്ടെ ആ ക്രിസ്റ്റൽസ് തകർത്ത് ഇപ്പൊ കബൂട്ടോയെ വെറുതെ വിടും. അവൻ അവളോട് പറയും നീയും ഇക്കിമാറുവും ഒരുമിച്ച് പോണം, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഹൈഡ് ഔട്ട് അത് ഓൾറെഡി അൻപു ബ്ലാക്ക് ഓപ്സിലുള്ള ഒരു സോൾജിയർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പൊ ലീഫ് വില്ലേജിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അത് ലക്ഷ്യമാക്കി വരാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എന്തെങ്കിലും സംഭവിച്ചാല് പിന്നീട് ഈ റീആനിമേഷൻ ജിപ്സു അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇപ്പൊ രണ്ട് ചുന്ദരികളും ആ കൂറ്റാക്കൂറ്റ് ഇരുട്ടില് അങ്ങനെ നടക്കുകയാണ്. അവർ ആ നദി ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ യുക്കിമാരു അവൾ കുട്ടപ്പം പറഞ്ഞ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഓർത്തെടുക്കും. നിന്നെ കാത്തിരിക്കുന്ന, നിന്നെ കുറിച്ച് ഒരുപാട് ഓർക്കുന്ന, സ്നേഹിക്കുന്ന അവരാരോ അവർക്ക് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്, അതാണ് നിന്റെ വീട്. അപ്പൊ അവള് ചിന്തിക്കും ഞാനിപ്പോ പോകുന്നത് എന്റെ വീട്ടിലേക്കാണോ. അപ്പൊ അതേ സമയത്ത് ആ വില്ലത്തി നിർത്തിയിട്ട് പോയ ആ 5 പേര് അവര് രക്ഷപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടുകയാണ്. മെയിൻ വില്ലൻ പറയും നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ, കാരണം വില്ലന്മാര് അവര് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതേ സമയത്ത് ഷിനോ അവൻ ആ ക്രിസ്റ്റൽസ് അത് വീണ്ടും ഇപ്പൊ ഡീപ്പായിട്ട് പരിശോധിക്കുകയാണ്. ആ ക്രിസ്റ്റൽസിന്റെ ഉള്ളില് ഏതോ ഒരു ഇൻസെക്ട് മാത്രം ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ട്. അതിനെ കണ്ടുപിടിക്കാനാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ മുഴുവൻ അന്വേഷിക്കുന്നത്. അവന് വേറെ വഴിയില്ലാതെ അവന്റെ മറ്റൊരു ഇൻസെക്റ്റിനെ ഇപ്പൊ അതിനെ കണ്ടുപിടിക്കാനായി അവിടേക്ക് തുറന്നുവിടും. അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആ ജീവനുള്ള ഇൻസെക്റ്റിനെ കണ്ടുപിടിക്കും. ഷിനോ ആ ഒരു സെല്ല് പൊട്ടിച്ച് ആ ഒരു ഇൻസെക്റ്റിനെ പുറത്തെടുക്കുമ്പോ അതിനിപ്പോഴും ജീവനുണ്ട്. മാത്രമല്ല അതിന്റെ വയറ്റിൽ മുട്ടയുണ്ടെന്നും അതുടനെ പുറത്തേക്ക് വരുമെന്നും അവന് മനസ്സിലാവും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ആ 2 പേക്രോൺ തവളകളോടും ഇപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛനെ അമ്മേനെ കഴിഞ്ഞ് മോശമാണല്ലോടാ നിങ്ങള്. ഇതിലും ഭേദമായിട്ട് വാട്ടർ ജിപ്സു നിങ്ങളുടെ അച്ഛൻ ഗാമത്തവള ചെയ്യുമായിരുന്നു. അതിന് കൊനഹമാരു ഇപ്പൊ കുട്ടപ്പനോട് പറയും നീ വെറുതെ ടെൻഷൻ ആവണ്ട, നിനക്കൊട്ടും പറ്റുന്നില്ലെങ്കിൽ ഇവരെ വിട്ടിട്ട് ഗാമത്തവളയായിട്ട് നീ പ്രാക്ടീസ് ചെയ്യ്. അത് കേൾക്കുമ്പോ കുട്ടപ്പനും തോന്നും അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ അതിനു മുൻപ് അവസാനമായിട്ട് ഇവരെ കൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് കുട്ടപ്പൻ പറയും നിങ്ങൾക്ക് വാട്ടർ സ്റ്റൈൽ ജിപ്സു അല്ലേ എന്താണെന്ന് അറിയാത്തത്, അതിനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ മാക്സിമം വെള്ളം വായിലാക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് അത് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് തുപ്പുക. കട്ട് ചെയ്താ ഇവിടെ ആ ഒരു ടീം അവരിപ്പോ പരസ്പരം വമ്പൻ ചർച്ചയിലാണ്. നമ്മൾ ആ വില്ലത്തിയെ കൂട്ടാതെ എന്തെങ്കിലും മൂവ് ചെയ്താ തീർച്ചയായിട്ടും അത് ചിലപ്പോ വലിയ അബദ്ധമായി മാറും. കട്ട് ചെയ്താ ഇവിടെ യൂറിനും യുക്കിമാരും അവര് രണ്ടുപേരും ഒരുപാട് മുൻപോട്ട് നടന്ന് ഇപ്പൊ യുക്കിമാരു ആവട്ടെ അവൾ ആകെ ടയർഡായിരിക്കുകയാണ്. യുക്കിമാറുവിന് തല കറങ്ങി ഇപ്പൊ അവള് പറയും നമ്മളെ ആരാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കാത്തിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ വീട്. ഇവിടെ വില്ലത്തിക്കാണെങ്കിൽ അവള് നല്ല ടയർഡുമാണ്. മാത്രമല്ല യുക്കിമാരു പറയുന്നൊന്നും അവക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പൊ അവള് ആ വില്ലത്തിന്റെ ഡ്രസ്സ് നോക്കുമ്പോ അതിൽ കമീലിയ പൂക്കൾ കാണും. നിനക്ക് റെഡ് കമീലിയാണോ വൈറ്റ് കമീലിയാണോ കൂടുതൽ ഇഷ്ടം ചോദിക്കുമ്പോ അതിനാ വില്ലത്തി ചോദിക്കും കമീലയോ, അതാരാ? നിന്റെ ഡ്രസ്സിലുള്ള ആ ഒരു പൂവിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇതാണോ ഇത്ര വലിയ കാര്യം? എനിക്ക് പൂക്കളൊന്നും വലിയ ഇഷ്ടമല്ലാന്ന് അവള് പറയുമ്പോ യുക്കിമാര് ഓൾറെഡി ഒരുപാട് ടയർഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. അവളാണെങ്കില് ഇപ്പൊ യുക്കിമാരെ തൂക്കിയെടുത്ത് അവിടെ അടുത്ത് കണ്ടൊരു വീട്ടിലേക്ക് കയറി ചെല്ലും. അവൾക്ക് ഇപ്പൊ ഒരുപാട് ദേഷ്യം വരും.
ഉറുമ്പഴയും പോലെ നടന്ന് ഇപ്പൊ ഒരുപാട് ലേറ്റായി. മാത്രമല്ല ഇവളിപ്പോ വളരെ വീക്കാണ്. ഇവളെ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി കൂട്ടിക്കൊണ്ട് പോണെന്ന് പറയുമ്പോ യുക്കിമാരും ആവട്ടെ അവക്ക് തണുക്കുന്നു പറഞ്ഞ് അവിടെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. അവളാവട്ടെ താഴെ കിടന്ന് ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച് വിറകൊക്കെ കൂട്ടി ഇപ്പൊ അവിടെ തീ കത്തിക്കാൻ ആരംഭിക്കും. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ റെഡിയാക്കണമെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ യുക്കിമാരുവിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് യാമുട്ടോയെ വിളിച്ചു വരുത്തും. നീ എത്രയും പെട്ടെന്ന് ഇപ്പൊ കാക്കാഷിക്ക് ബാക്കപ്പ് ആയിട്ട് അവിടേക്ക് പോണം. അതിന് യാമുട്ടോ ചോദിക്കും, അവർ ഒറോച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ട് അത് കണ്ടുപിടിച്ചോ? കാക്കാഷിക്കും ടീമിനും ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗ പറയും, നിലവിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ അവസ്ഥ അത് വളരെ ഡേഞ്ചറാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് അവിടെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നീയും നിന്റെ ടീമും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉടനെ പോകണം. വില്ലന്മാർ ഉപയോഗിച്ച ഒരു പ്രത്യേക ജിപ്സുവിന്റെ സാമ്പിള് എനിക്ക് ഹക്കൂൺ എത്തിച്ചു തന്നു. അത്തരത്തിലൊരു ജിപ്സു അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് യാമുട്ടോ വണ്ടറടിച്ച് അതെന്ത് ജിപ്സുവാന്ന് ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗ പറയും, അതെനിക്കും കറക്റ്റായിട്ട് അറിയില്ല. സായും സാക്കുറയും ഓരോരോ മിഷൻസിനായിട്ട് ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവര് തിരിച്ചെത്തിയാൽ ഉടനെ അവരുമായിട്ട് നീ ഉടനെ പോകണം. അതിന് യാമുട്ടോ ചോദിക്കും, അപ്പൊ കുട്ടപ്പൻ അവനെ കൂട്ടണ്ടേ? അതിന് ഹൊക്കാഗ പറയും, കുട്ടപ്പൻ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവനിൽ നിന്ന് മറച്ചു വെക്കണം. കട്ട് ചെയ്താ ഇപ്പൊ ഹിനട്ടയും കിബയും അവര് രണ്ടുപേരും അവിടെ മുഴുവൻ അന്വേഷിക്കുമെങ്കിലും വില്ലന്മാരെ കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും അവർക്ക് കിട്ടില്ല. അപ്പൊ കാക്കാഷിക്ക് ടെൻഷനായിട്ട് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ യാതൊരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറയുമ്പോ അവര് ദൂരത്തായിട്ട് ഇപ്പൊ ഒരു വവ്വാലിന്റെ സൗണ്ട് കേൾക്കും. അപ്പൊ കിബയ്ക്ക് അവൻ എന്തോ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടായിട്ട് ഞാൻ ഇപ്പൊ വരാം, എനിക്ക് തുടക്കം മുതലേ സംശയം തോന്നിയിരുന്നു. ആ ഒരു അൾട്രാസോണിക് വിസില് അത് വവ്വാലിനെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കാക്കാഷി ഷോക്കായിട്ട് എന്തുകൊണ്ട് എനിമീസ് ഈ വവ്വാലിനെ ഉപയോഗിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൂടാ? അതുകൊണ്ടാണ് നമ്മുടെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി അവർ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. കാക്കാഷി പറയും, ആ ഒരു ക്രിസ്റ്റൽസ് അത് ഗ്രാമത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാം. മാത്രമല്ല ഷീനോ അവന്റെ ഈച്ചയെ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ അത് കണ്ടെത്താതിരിക്കില്ല. കട്ട് ചെയ്താ ഇപ്പൊ ഷീനോ ആവട്ടെ ഒരു മലയില് കൂട് പോലെ കെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലത്തി അവളാകെ ടെൻഷനായിട്ട് തുണിയിൽ വെള്ളമൊക്കെ നനച്ച് ഇപ്പൊ യുക്കിമാരുവിന്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കും. അവളുടെ ടെൻഷൻ ആണെങ്കില് ഇപ്പൊ കൂടി വരും. അവള് കബൂട്ട പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ ആലോചിച്ച് നോക്കും. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ലീഫ് വില്ലേജിലെ ആളുകള് അവരെപ്പോ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. അവള് വീണ്ടും ചാടി എഴുന്നേറ്റിട്ട് ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാണ്. അവളിപ്പോ പതിയെ യൂറോയുടെ കയ്യ് അത് മസാജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവള് മസാജ് ചെയ്ത് അവളും ഇപ്പൊ പഴയൊരു ഓർമ്മയിലേക്ക് പോകും. ചെറുപ്പത്തിൽ അവൾക്ക് പരുക്ക് പറ്റിയപ്പോ അവളുടെ അമ്മ അവളെ ശുശ്രൂഷിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് അവളിപ്പോ പതിയെ ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവളാവട്ടെ ഉറക്കമുണർന്ന് നോക്കുമ്പോ അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന യുക്കിമാരുവെ കാണില്ല. അവള് പേടിച്ചോടി വന്ന് ഇപ്പൊ ചുറ്റും നോക്കി പുറത്തേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഒരു കെമീലിയ പൂവിന്റെ മരത്തിന്റെ ചോട്ടില് അവൾ അങ്ങനെ ഹായായിട്ടിരിക്കുകയാണ്. അതിന് വില്ലത്തി ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ, നിന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ വന്നിരിക്കുകയാണോ? നിന്നെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. നീ ഇപ്പൊ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അതിന് അവള് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പൊ അവളുടെ കയ്യിൽ എന്തോ കണ്ട് നമ്മുടെ വില്ലത്തി ചോദിക്കും, നിന്റെ കയ്യിൽ എന്താണ്? അതിന് അവള് പറയും, എന്റെ അമ്മ എനിക്ക് അവസാനമായിട്ട് തന്ന ഒരു ഗിഫ്റ്റാണിത്. അപ്പം നമ്മുടെ വില്ലത്തി പെണ്ണ് അവളൊരു കെമിലിയ പൂവെടുത്ത് അത് ക്രിസ്റ്റൽ പവർ ഉപയോഗിച്ച് ഒരു ഡയമണ്ട് ആക്കി മാറ്റി അവളുടെ കയ്യിൽ കൊടുക്കും. അവള് പറയും, ഇത് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റാണ്. ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അതുവരെ ഇത് നിന്റെ കയ്യില് സുരക്ഷിതമായിട്ടുണ്ടാവും. അത് കണ്ട് നമ്മുടെ യുക്കിമാരു ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.